ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഞങ്ങൾക്ക് ഇവിടെ ലോങ് വീക്കെൻഡ് ആണ്. അപ്പോൾ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ 2 ഡേയ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഫോർട്ട് സ്റ്റീഫൻസിലാണ്. അപ്പോൾ ഇനി ഫോർട്ട് സ്റ്റീഫൻസിലെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. ഫോർട്ട് സ്റ്റീഫൻസിലേക്ക് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 3 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ചെറിയ ബ്രേക്ക് എടുത്തിട്ടാണ് ട്രാവൽ ചെയ്തിരുന്നത്. ഓൾമോസ്റ്റ് മോർണിംഗ് 10 o'clock ആയപ്പോൾ തന്നെ ഞങ്ങൾ ഫോർട്ട് സ്റ്റീഫൻസിലെത്തി. പിന്നെ അവിടുന്ന് നേരെ പോയത് തോർബോഗൻ ഹിൽസ് പാർക്കിലേക്കാണ്. ഞങ്ങൾ വീഡിയോസിലൊക്കെ ഈ പാർക്കിലത്തെ ഒരു സ്പെഷ്യൽ റൈഡ് കണ്ട് അട്രാക്റ്റഡ് ആയിട്ടാണ് ഈ പാർക്കിലേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇവിടുത്തെ ജനറൽ എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് $15 ആണ്. ഈ ടിക്കറ്റിൽ ബിലോ 8 yearsന് താഴെയുള്ള കുട്ടികളെ നമുക്കൊരു പാരൻറ്റിൻ്റെ കൂടെ ഈ റൈഡിൽ കയറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്കായിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ വേറെ ടിക്കറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങളോട് സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5 hours ആ റൈഡിലേക്ക് കയറുന്ന ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് അവിടെ നല്ല തിരക്കാണ് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട്. ബാഷർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഫൈനലി ഇതാ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ആഷറിൻ്റെയും ഫെലിക്സിൻ്റെയും വീഡിയോ ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു സേഫ്റ്റി റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഈ റൈഡിൽ പോകുമ്പോൾ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ ഈ റൈഡ് വീഡിയോസിലൊക്കെ കണ്ട പോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ അടിപൊളിയായിരുന്നു. ഈ ഒരു റൈഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആ പിടിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ബ്രേക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫോർവേഡ് മൂവ് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആഷറിന് ഞങ്ങൾ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പാർക്കിൻ്റെ എൻട്രി ടൈം എന്ന് പറയുന്നത് എൻട്രി ചെയ്യാൻ പറ്റുന്നത് 3 o'clock വരെയാണ്. 3 o'clockന് ശേഷം അവർ എൻട്രി ചെയ്യിപ്പിക്കില്ല. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഗോൾഫ് കളിക്കാനുള്ള ഒരു ടിക്കറ്റാണ്. അതൊരു ചെറിയ കാടിൻ്റെ ഉള്ളിൽ അവർ ഗോൾഫ് കളിക്കാനായിട്ടുള്ള സെറ്റപ്പ് ചെയ്തേക്കാണ്. സ്റ്റെപ്പ് 1 കളിച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2ലേക്ക് പോവാം. അങ്ങനത്തെ രീതിയിൽ ഈസി ടു ടഫസ്റ്റ് ഗെയിം വരെയുള്ള രീതിയിലാണ് അവർ ഗോൾഫ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് എടുത്തത് ആഷറിന് വേണ്ടിയിട്ട് ഒരു കാർ റൈഡാണ്. അത് അവൻ സ്വന്തമായിട്ട് ആക്സിലേറ്ററും സ്റ്റിയറിങ്ങും യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഞങ്ങൾ എടുത്തത് സ്കേറ്റിംഗ് ആയിരുന്നു. പക്ഷെ ആഷറിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവനത് ചെയ്യാനും അറിയില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പാർക്കിൻ്റെ ക്ലോസിങ് ടൈം ആകുന്നത് വരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ആക്ടിവിറ്റീസ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് എത്താനായിട്ട് ഇത്തിരി ലേറ്റായി. ഞങ്ങളുടെ ചെക്കിൻ ടൈം 2 o'clock ഉച്ചയ്ക്കായിരുന്നു. ബട്ട് പാർക്കിലത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റായി. 4:35 ആയി ഞങ്ങൾ ഈ ഹോട്ടലിലേക്ക് എത്തിയപ്പോൾ. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഹോട്ടലിൽ. അപ്പോൾ ഞങ്ങൾക്ക് കീ ഒക്കെ കളക്ട് ചെയ്ത് ഞങ്ങളിനി റൂമിലേക്ക് എൻട്രി ചെയ്യാണ്. ഞങ്ങൾ എടുത്തിട്ടുള്ളത് 2 bedroom റൂമായിരുന്നു. ഇതിൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാ യൂട്ടൻസിൽസും ഓവനും അങ്ങനെ എല്ലാ അത്യാവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ റൂമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
റൂമിലൊക്കെ എത്തി ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ബാഗൊക്കെ ഇറക്കി വെച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരു ബീച്ചിലോട്ടാണ് പോയത്. പിന്നെ അവിടെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാമായിരുന്നു. പിന്നെ തിരിച്ച് ബീച്ചിൽ നിന്ന് ഞങ്ങൾ റൂമിലോട്ടാണ് വന്നത്. എന്നിട്ട് ഞങ്ങൾ ഫ്രഷപ്പൊക്കെ ആയി. ഞങ്ങൾ പിന്നെ ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു 3 minutes ഡ്രൈവുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പിന്നെ പോയത്. അവിടുന്ന് ആ റെസ്റ്റോറൻറ്റിൽ ഞങ്ങളൊരു ഫിലിപ്പൈൻ ഫുഡാണ് വാങ്ങിച്ച് കഴിച്ചത്. അത് അത്യാവശ്യം നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. സെക്കൻഡ് ഡേ ഇന്നലത്തെ ടയർഡ്നെസ്സൊക്കെ കാരണം ഞങ്ങൾ എഴുന്നേൽക്കാനായിട്ട് ഇത്തിരി ലേറ്റായി. സോ ഇത്തിരി റഷായിരുന്നു, ബട്ട് മോർ എക്സൈറ്റിംഗ് ഡേ ആയിരുന്നു. സോ ഞങ്ങൾ റൂമിൽ ചെക്കൗട്ടൊക്കെ ചെയ്ത് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നത്. അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല റഷായിരുന്നു. സോ ഞങ്ങൾ ഒരു കഫേ ഓൺ ദ ബേ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. അവിടെ നമുക്ക് കഴിക്കാനായിട്ട് വന്നത് പാൻ കേക്കും പിന്നെ എഗ് ബ്ലാക്ക് സ്റ്റോൺ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ പോയത് സാൻഡ് ബോർഡിങ് ചെയ്യാനായിട്ടാണ്. അതൊരു മരുഭൂമിയിലായിരുന്നു ഈ സാൻഡ് ബോർഡിങ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. സാൻഡ് ബോർഡിങ് ചെയ്യാനായിട്ട് അഡൽട്ട്സിന് $40 കിഡ്സിന് $35 ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതിൻ്റെ ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. ആ ടിക്കറ്റ് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ബസ് വന്ന് അതിൽ കയറ്റി 10 minutes ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സാൻഡ് ബോർഡിങ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കും. അത് കുറച്ച് ഉള്ളിലോട്ടാണ്. അവിടെ നമുക്ക് 2 hours നമുക്ക് സാൻഡ് ബോർഡിങ് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സാൻഡ് ബോർഡിങ്ങിന് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാഗും ഷൂസൊക്കെ അവിടെ ഒരു സ്ഥലത്ത് നമുക്ക് വെക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ടും വാട്ടർ ബോട്ടിൽ ഉണ്ടായിരിക്കണം, ബിക്കോസ് നല്ല ചൂടായിരുന്നു അവിടെ. ആൻഡ് നമുക്ക് സ്നാക്സും വേണമെങ്കിൽ കൈ പിടിക്കാം. അവിടെ ഒരു ചെറിയ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടെൻറ്റിലിരുന്ന് നമുക്ക് സ്നാക്സും വാട്ടറൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ആ ഗൈഡ് നമ്മൾ അവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസൊക്കെ തരും. ഏത് സൈഡിലോട്ടൊക്കെ പോകാൻ പറ്റും, ഏത് സൈഡിലൊക്കെ സർഫ് ചെയ്യാൻ സാൻഡ് ബോർഡിങ് ചെയ്യാൻ പറ്റും, എങ്ങനെ സാൻഡ് ബോർഡിങ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു ഗൈഡ് ഇൻഫർമേഷൻ നമുക്ക് ആ ഗൈഡ് തന്നിരുന്നു. ഏറ്റവും മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ബീച്ചിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നോടത്തേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് അടുത്ത ആക്ടിവിറ്റി ചെയ്യാനുള്ള ടൈമായി. സോ ഗൈസ്, ഞങ്ങളുടെ ഫൈനൽ ആക്ടിവിറ്റി ഇൻ പോർട്ട് സ്റ്റീഫൻസ് ക്യാമൽ റൈഡാണ്. അപ്പോൾ ക്യാമൽ റൈഡിന് $40 അഡൽട്ട്സിനും കിഡ്സിന് $35 ടിക്കറ്റ് റേറ്റ്. അപ്പോൾ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ ക്യാമലിൻ്റെ പുറത്ത് കയറാനായിട്ട് ഞങ്ങൾ 1.5 hours പൊരിഞ്ഞ വെയിലത്ത് നിൽക്കേണ്ടി വന്നു. ബട്ട് അത് നിന്നെങ്കിലും ഞങ്ങൾക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടി. ആശ്വര് ശരിക്കും എൻജോയ് ചെയ്തു. ആശ്വര് മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും ശരിക്കും എൻജോയ് ചെയ്തു. ഇവിടെ ഒരു ടൂർ ഗൈഡും ഉണ്ട്. ഗൈഡ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. അത് നമുക്ക് സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കരുത്, ക്യാമൽസിന് അത് ഇഷ്ടപ്പെടില്ല. പിന്നെ ഒരു ടിപ്പ് തരാം. ഫസ്റ്റ് നിങ്ങളിവിടെ പോകുമ്പോൾ ക്യാമൽ റൈഡിൻ്റെ അവിടെ ക്യൂ കുറവ് കാണുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാമൽ റൈഡിൽ പോവുക, അതിനുശേഷം സാൻഡ് ബോർഡിങ്ങിന് പോവുക. പിന്നെ ഈ ക്യാമലിൻ്റെ പുറത്ത് കയറി നമ്മളെ ബീച്ചിൻ്റെ ആ സൈഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ കൊണ്ടുപോവുക ക്യാമൽസ്. അത്യാവശ്യം നല്ല ഒരു റൈഡ് തന്നെയായിരുന്നു. ഇതൊന്ന് 10 minutes റൈഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ഈ ട്രിപ്പ്. So hope you guys enjoyed our video. Thank you for watching. Bye.